ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് പങ്കെടുക്കാനായിട്ട് വരുന്ന 18 മത്സരാർത്ഥികളുടെ കൺഫേംഡ് ലിസ്റ്റ് ഇപ്പൊ പുറത്തുവിടാൻ പോവുകയാണ്. 18 കൺഫേംഡ് മത്സരാർത്ഥികൾ. ഇതിനകത്ത് യാതൊരു മാറ്റങ്ങളും ഇനി ബിഗ് ബോസ് ഹൗസിൽ വരാനായിട്ട് യാതൊരു സാധ്യതകളും കാണുന്നില്ല. ഓഗസ്റ്റ് മാസം 3-ാം തീയതി ലാലേട്ടന്റെ കൈ പിടിച്ചുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക്, ബിഗ് ബോസ് സീസൺ 7ലേക്ക് കയറാൻ പോകുന്ന 18 മത്സരാർത്ഥികളുടെ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ഫുഡ് വ്ളോഗറും ഓതറുമായിട്ടുള്ള ഒണിയൽ സാബു. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു പുതിയ പേരായിരിക്കും നിങ്ങൾ ഇത് കേൾക്കുന്നത്. ഒണിയൽ സാബു ബിഗ് ബോസിലേക്ക് 100% കൺഫേംഡ് ആണ്. അടുത്തതായി രണ്ടാമത്തെ പേര് പറയുന്നത് ഏഷ്യാനെറ്റിലെ കാതോട് കാതോരം സീരിയൽ ഫെയിം ആയിട്ടുള്ള അഭിശ്രീ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആയിട്ടൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര്, ഈ ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ബിഗ് ബോസിന്റെ പ്രൊഡിക്ഷൻ തന്നെ കേൾക്കുന്നത്. ആര്യൻ കത്തോരിയ, ഒരു ആക്ടറാണ്. ആര്യനും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ആര്യൻ കത്തോരിയ എന്ന് പറയുന്ന ഈ ഒരു പേര് പ്രൊഡിക്ഷനിൽ പോലും കേൾക്കുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന ഒരു സീരിയലിലൂടെ ഫെയിം ആയിട്ടുള്ള ഗീതു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന ബിന്നി സെബാസ്റ്റ്യൻ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് നെവിൻ, ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആണ്. ഒരു ഫാഷൻ ഡിസൈനറൊക്കെയാണ് പുള്ളിക്കാരൻ, ഒരു ആക്ടറൊക്കെയാണ്. അടുത്തതായി ആറാമത്തെ പേര് സ്റ്റാർ മാജിക് ഫെയിമും അതുപോലെ തന്നെ ഒരു ആക്ട്രസുമായിട്ടുള്ള അനുമോളും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് കൺഫേംഡ് ആണ്. നമ്മുടെ ആദ്യം തൊട്ടുള്ള പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പേര് കൂടിയാണ് അനുമോൾ. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ഏഴാമത്തെ പേര് അവന്തിക മോഹൻ. ഏഷ്യാനെറ്റിലെ തൂവൽ സ്പർശം എന്ന് പറയുന്ന ഒരു സീരിയലിലൂടെ ഒരു IPS കഥാപാത്രം ചെയ്തു വന്ന അവന്തിക മോഹൻ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് കൺഫേംഡ് ആയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ എട്ടാമത്തെ പേര് ആദിലയും നൂറിനും. ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. രണ്ടുപേരും കപ്പിൾസ് ആണ്, ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ഒമ്പതാമത്തെ പേര് കോമഡിയനും ആക്ടറുമായിട്ടുള്ള ദീപക് മോഹനും ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ്. നമ്മുടെ പ്രൊഡിക്ഷനിലേക്കുള്ള ഉണ്ടായിട്ടുള്ള പേര് തന്നെയാണ്. ദീപക് മോഹൻ കൺഫേംഡ് ആണ്. അടുത്തതായി പത്താമത്തെ പേര് കേരളക്കര, ഒരുപാട് വർഷങ്ങളായിട്ട് ബിഗ് ബോസ് ഹൗസിൽ കാണാനായിട്ട് കാത്തിരുന്ന ഫിഷിൻ മോഹൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ്. ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ആക്ടറാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 11ാമത്തെ പേര് അക്ബർ ഖാൻ നമ്മുടെ ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗറിലേക്ക് ഒരു മെന്ററാണ്, പാട്ടുകാരനൊക്കെയാണ്. അക്ബർ ഖാനും ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ്. അടുത്തതായി 12ാമതായിട്ട് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രമുഖ കോൺട്രോവേഴ്സി താരമായിട്ടുള്ള നമ്മുടെ രേണു സുധി, ഒരു ആക്ട്രസ് ആണ്. രേണു സുധിയും ബിഗ് ബോസ് ഹൗസിലേക്ക് 100% കൺഫേംഡ് ആണ്. അടുത്തതായി 13ാമതായിട്ട് പറയുന്നത് ഏഷ്യാനെറ്റിലെ പരസ്പരം എന്ന് പറയുന്ന ഒരു സീരിയലിലൂടെ വന്ന നമ്മുടെ രേഖ രതീഷ്, ഏഷ്യാനെറ്റിൽ ഒരു സീനിയർ സീരിയൽ ആക്ട്രസ് ആണ്. രേഖ രതീഷും ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ്. അടുത്തതായി 14ാമതായിട്ട് പറയുന്നത് RJ അഞ്ജലി, നമ്മുടെ റേഡിയോ ജോക്കിയെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ടുള്ള അഞ്ജലി ബിഗ് ബോസ് ഹൗസിലേക്ക് 100% കൺഫേംഡ് ആണ്. ഏഷ്യാനെറ്റിന്റെ ഹുക്ക് വിത്ത് കോമഡി ഫെയിമും കൂടിയാണ് പുള്ളിക്കാരത്തി. അടുത്തതായി 15ാമതായിട്ട് പറയുന്നത് അപ്പാനി ശരത്ത്, ഒരു ആക്ടർ ആയിട്ടുള്ള അപ്പാനി ശരത്തും ബിഗ് ബോസ് ഹൗസിലേക്ക് കൺഫേംഡ് ആണ്. നമ്മളുടെ എല്ലാ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും ഉണ്ടായിരുന്നു. അപ്പാനി ശരത്തും 100% കൺഫേംഡ് ആണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 16ാമതായിട്ട് പറയുന്നത് ഏഷ്യാനെറ്റിന്റെ സ്വന്തം യുദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന നമ്മുടെ ഷാനവാസ് ഷാനു, അതുപോലെ തന്നെ നമ്മുടെ ചിന്താവിഷ്ടയായ സീത, നമ്മുടെ സ്വാസികയൊക്കെ നായികയായിട്ട് അഭിനയിച്ചിരുന്ന ചിന്താവിഷ്ടയായ സീതയിലും ഒരു നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാനവാസ് ഷാനുവും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആണ്. ഒരു സീരിയൽ ആക്ടറാണ്. അടുത്തതായി 17ാമതായിട്ട് പറയുന്നത് റോഷൻ ബഷീർ നമുക്കറിയാം, ഒരു ആക്ടറാണ്. ഇപ്പൊ കുറെ നാളുകളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് 100% കൺഫേംഡ് ആണ് റോഷൻ ബഷീർ. അടുത്തതായി 18ാമതായിട്ടും അവസാനമായിട്ട് പറയുന്നത് ഇന്റർവ്യൂവർ ആയിട്ടുള്ള ശാരിക. നമുക്കറിയാം ഹോട്ട് സീറ്റ് എന്ന പരിപാടി ഭയങ്കര ഹിറ്റാണ്. അതിലെ ഇന്റർവ്യൂവർ ആയിട്ടുള്ള ശാരിക ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു 100% കൺഫേംഡ് കണ്ടസ്റ്റന്റ് ആയിട്ടുണ്ട്. അങ്ങനെ 18 മത്സരാർത്ഥികളുടെ ലിസ്റ്റും നിങ്ങൾ കണ്ടു കാണും. ഈ പറയുന്ന 18 മത്സരാർത്ഥികളും നമ്മളുടെ പല പ്രൊഡിക്ഷൻ വീഡിയോസിലും അതുപോലെ തന്നെ നമ്മളുടെ 50% കൺഫർമേഷനിലും ഒരു കൺഫർമേഷൻ ലിസ്റ്റ് തന്നെ നമ്മൾ പുതിയതായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. അതിനകത്ത്
ഈ പറയുന്ന ലിസ്റ്റിൽ 15 പേരും ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ നമ്മളുടെ പ്രൊഡിക്ഷനിലും കൺഫർമേഷനിലും ഉണ്ടായിരുന്ന 15 പേരും ഈ ഒരു ലിസ്റ്റിലുണ്ട്. 3 പേരുടെ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത 3 വ്യക്തികൾ. എന്തൊക്കെയാണെങ്കിലും സീസൺ ഇപ്പോൾ ഓഗസ്റ്റ് മാസം 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ലാലേട്ടന്റെ കിടുകിടിലൻ പ്രമോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ കണ്ടു കാണും. അതുപോലെ തന്നെ നമ്മുടെ പുതിയ സെറ്റ്, നമ്മുടെ ബിഗ് ബോസ് മലയാളം പുതിയൊരു സെറ്റ് വാങ്ങിയിട്ടുണ്ട്. സെറ്റിന്റെ പണിയും കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം ജൂലൈ 28-ാം തീയതി നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് വണ്ടി കയറും, പ്ലെയിൻ കയറും, നേരെ അവിടെ ചെല്ലും. എന്നിട്ട് അവിടുത്തെ പ്രാക്ടീസും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കുറച്ച് നാൾ അവിടെ ഉണ്ടാവും. പിന്നെ ക്വാറന്റൈൻ ഉണ്ടാവും. അവരുടെ ഈ പറയുന്ന ചെക്കപ്പും കാര്യങ്ങളും എല്ലാം തീർന്നതിന് ശേഷം അവർ നേരെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറും. ഓഗസ്റ്റ് മാസം 2-ാം തീയതി, ഓഗസ്റ്റ് 3-ാം തീയതി നമുക്കിതൊക്കെ ഏഷ്യാനെറ്റിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിലും നമുക്ക് ലൈവായിട്ട് ബിഗ് ബോസ് കാണാനായിട്ട് ഓഗസ്റ്റ് മാസം 3-ാം തീയതി സാധിക്കും. ലാലേട്ടന്റെ കിടികിടലും പ്രമോസൊക്കെ കണ്ട് ഒടുക്കത്തെ എക്സ്പെക്ടേഷനിലിരിക്കുകയാണ്. ഒരു കിടിലൻ മാറ്റമായിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്തുന്നതെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പ്രമോ ഉണ്ട്. അതിനകത്ത് ക്യാപ്റ്റൻസി ടാസ്കിലും ജയിലിലും എല്ലായിടത്തും പണി. അതുപോലെ തന്നെ ഒരു സ്ട്രാറ്റജീസും ഈ പ്രാവശ്യം ഓടിക്കാനായിട്ട് സമ്മതിക്കില്ല എന്ന് ലാലേട്ടൻ കട്ടായം വെച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒരു കളികളും നടക്കില്ല. മറ്റേ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയും അതുപോലെ തന്നെ ലാലേട്ടന്റെ ഫാൻ ബോയ് ആയിട്ട് എത്തുന്നവരും അതുപോലെ തന്നെ ഈ പറയുന്ന അംഗനവാടി ടാസ്ക് ഒക്കെ കൊണ്ടുവന്നാൽ കമ്മിറ്റിക്കും പണി കിട്ടുമെന്നാണ് ലാലേട്ടൻ പറഞ്ഞാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ടാസ്കുകൾ ഉൾപ്പെടെ എല്ലാവരും അടിപൊളി മാറിയായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്തുന്നത്. ലാലേട്ടൻ ഈ ഒരു പ്രൊമോയിൽ കൊടുത്തിരിക്കുന്ന ഹൈപ്പ് സീസണിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീസൺ 7 ആയിരിക്കും ഈ കഴിഞ്ഞ 6 സീസണുകൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മികച്ച സീസൺ ആയിട്ട്, ഏറ്റവും നല്ല രീതിയിൽ ഏഷ്യാനെറ്റിന് TRP റേറ്റിംഗ് ഉയർത്തി കൊടുക്കുന്ന സീസൺ. അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ സൗണ്ട് മാറുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഒരു 99% ബിഗ് ബോസിന്റെ സൗണ്ട് മാറാനായിട്ടാണ് ഏറ്റവും അധികം സാധ്യത കാണുന്നത്. മാറില്ല എന്നാണ് ഞാനും പറയുന്നത്. കാരണം ആർക്കും പൊതുവെ ബിഗ് ബോസിന്റെ സൗണ്ട് മാറുന്നത് ഇഷ്ടമല്ല. നമ്മുടെ ഹിന്ദി, തമിഴ്, തെലുങ്കു ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു യുണീക്ക് സൗണ്ട് ബിഗ് ബോസിന് കൊണ്ടുവരുന്നത് നമ്മുടെ മോളിവുഡ് സീസൺ തന്നെയാണ്. അപ്പോൾ ബിഗ് ബോസ് മലയാളത്തിന്റെ നമ്മുടെ സ്വന്തം ബിഗ് ബോസ് അങ്ങോട്ട് ഒരിടക്ക് പെട്ടെന്ന് അങ്ങ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പിന്നീട് ബിഗ് ബോസിനെ ആ ഒരു സൗണ്ടിന്റെ മേലെ നിൽക്കുന്ന ഒരു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടവും കേട്ടിരിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹവും തോന്നുന്ന ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ ഓക്കെ, ബിഗ് ബോസ് നമ്മൾ ആ ഒരു സൗണ്ട് നമ്മൾ അംഗീകരിച്ചു പോകും. പക്ഷേ എന്തൊക്കെയാണെങ്കിലും സൗണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഒരു ബിഗ് ബോസ് ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടസ്റ്റൻസിന് ഇഷ്ടപ്പെടുന്നതിലധികം ആ ഒരു സൗണ്ടിന് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും പുതിയ പുതിയ മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഓഗസ്റ്റ് മാസം 3-ാം തീയതിക്ക് വേണ്ടി ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട്. പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടിംഗ് അപ്ഡേറ്റ്സിനും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസും ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ ബിഗ് ബോസ് PR എന്ന് പറയുന്ന പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് A to Z ബിഗ് ബ്രേക്കിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും വോട്ടിംഗ് റിസൾട്ടുകളും നമ്മൾ ബിഗ് ബോസ് PR എന്ന് പറയുന്ന ആ ഒരു ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ചാനലിലെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.